Hello, good morning. Today we are going to discuss another topic, calculation of purchase consideration. Okay, purchase consideration is the price payable by the transferring company to the transferor company for the acquisition of the business. ബിസിനസ് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ട്രാൻസ്ഫറർ കമ്പനിക്ക് നൽകുന്ന പേയ്മെൻറ്റിനെയാണ് അതല്ലെങ്കിൽ കൺസിഡറേഷനെയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ട്രാൻസ്ഫറർ കമ്പനിക്ക് നൽകുന്ന കൺസിഡറേഷനാണ് പർച്ചേസ് കൺസിഡറേഷൻ. സോ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ആസ് പെർ ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ കമ്പനീസ്. ഈ പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ട്രാൻസ്ഫറർ കമ്പനിയും കമ്പനിയും തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ്. ദർ ആർ 4 മെത്തേഡ്സ് ഓഫ് ഡിറ്റർമിനിങ് പർച്ചേസ് കൺസിഡറേഷൻ. ഇങ്ങനെയുള്ള പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് 4 മെത്തേഡ്സ് ആണുള്ളത്. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതിന് 4 മെത്തേഡ്സ് ഉണ്ട്. ആ 4 മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. 4 മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ലംസം മെത്തേഡ്, സെക്കൻഡ് net asset method, third net payment method, then fourth intrinsic value method. So these are the 4 important methods determining purchase consideration. Purchase consideration determine ചെയ്യുന്നതിനുള്ള 4 methods ആണ് ലംസം മെത്തേഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഇതിനകത്ത് ഫസ്റ്റ് 2 മെത്തേഡ്സ് ലംസം മെത്തേഡ് ആൻഡ് നെറ്റ് അസറ്റ് മെത്തേഡ്, ഈ മെത്തേഡ്സിൻ്റെ തിയറി പാർട്ടാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. First, lump sum method. Under this method, the transferring company agrees to pay transferor company a fixed sum of money. ഇവിടെ ലംസം മെത്തേഡ് പ്രകാരം ട്രാൻസ്ഫറർ കമ്പനിക്ക് ഒരു ഫിക്സഡ് സം ഓഫ് മണി നൽകാൻ തീരുമാനിക്കുന്നു. ബിസിനസ് സ്ഥാപനം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ട്രാൻസ്ഫറിംഗ് കമ്പനി ഒരു ഫിക്സഡ് സം ഓഫ് മണി നൽകാൻ തീരുമാനിക്കുന്നു. ഒരു നിശ്ചയിച്ച തുക, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം ഞങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിശ്ചയിച്ച തുക എത്രയാണോ, ഒരു ഫിക്സഡ് സം ഓഫ് മണി എത്രയാണോ അത് ട്രാൻസ്ഫറർ കമ്പനിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എ ലിമിറ്റഡ് ടേക്കൺ ഓവർ ദ ബിസിനസ് ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ ഏറ്റെടുത്തു. ഓക്കെ, ഇവിടെ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അത് ബി ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുകയാണ്. ആഫ്റ്റർ ടേക്കൺ ഓവർ ദ ബിസിനസ്, ഇങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം എ ലിമിറ്റഡ് അഗ്രീസ് ടു പേ ബി ലിമിറ്റഡ് ₹50 lakh. ഇങ്ങനെ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയാണ്, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് ഒരു 50 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചു. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനത്തെ ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം ബി ലിമിറ്റഡിന് ഒരു 50 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചു. ഇൻ ദിസ് കേസ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് റുപ്പീസ്. ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് നൽകുന്ന 50 ലക്ഷം രൂപയാണ് ഇവിടുത്തെ പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, ₹50 lakh. ഇതാണ് ലംസം മെത്തേഡ് പ്രകാരമുള്ള പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ട്രാൻസ്ഫർ കമ്പനിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന തുകയാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇതാണ് ലംസം മെത്തേഡ്. ദെൻ സെക്കൻഡ് നെറ്റ് അസറ്റ് മെത്തേഡ് ഓർ നെറ്റ് വർത്ത് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് നെറ്റ് അസറ്റ് മെത്തേഡ് ഓർ നെറ്റ് വർത്ത് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഡിറ്റർമിൻ ഓൺ ദ ബേസിസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. ഇവിടെ നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റും ലാബിലിറ്റിയും ഏത് വിലക്കാണോ ഏറ്റെടുക്കപ്പെടുന്നത് ആ അസറ്റും ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്ന എഗ്രീഡ് വാല്യൂവിൻ്റെ ബേസിലാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, എ ലിമിറ്റഡ് ടേക്കൺ ഓവർ ദ ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബി ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്തു. ഇങ്ങനെ ടേക്കൺ ഓവർ ചെയ്യുമ്പോൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ അസറ്റും ലാബിലിറ്റിയും അതോടൊപ്പം ഏറ്റെടുക്കേണ്ടി വരും, അല്ലേ? ബി ലിമിറ്റഡിനെ എ ലിമിറ്റഡ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവരുടെ അസറ്റും ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ടേക്കൺ ഓവർ ചെയ്യുന്ന അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും എഗ്രീഡ് വാല്യൂവിൻ്റെ ബേസിലാണ് നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫ് നത്തിങ് ഈസ് മെൻഷൻ അബൌട്ട് ദ വാല്യൂ അറ്റ് വിച്ച് assets and liabilities taken over,
ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ ടു ബി ടേക്കൺ. ഇങ്ങനെ അസറ്റും ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് നത്തിങ് ഈസ് മെൻഷൻ അബൌട്ട് ദ വാല്യൂസ്. അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും വാല്യൂവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ ടു ബി ടേക്കൺ. ഇവിടെ ബുക്ക് വാല്യൂ ആണ്, അസറ്റിൻ്റെയും ലാബിലിറ്റിൻ്റെയും ബുക്ക് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. എന്നാൽ അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും ടേക്കൺ ഓവർ ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അഗ്രീഡ് വാല്യൂ ആണ്. ദെൻ അസറ്റ്സും ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിലവിലുള്ള ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആണ് ടേക്കൺ ഓവർ ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കണം, അഗ്രീഡ് വാല്യൂ ആണ് നമ്മൾ സാധാരണഗതിയിൽ എടുക്കേണ്ടത്. അഗ്രീഡ് വാല്യൂവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലാണ് ബുക്ക് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ പറയുമ്പോൾ നെറ്റ് അസറ്റ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് താഴെയുള്ളത്. സോ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു അസറ്റ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ മൈനസ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. ഓക്കെ, ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ് ഏത് വിലക്കാണോ ഏറ്റെടുക്കുന്നത് അതിനെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ലെസ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. ട്രാൻസ്ഫറർ കമ്പനിയുടെ ഏതൊക്കെ ലാബിലിറ്റി ആണോ നമ്മൾ ടേക്കൺ ഓവർ ചെയ്യുന്നത് അതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ. അപ്പോൾ ഇങ്ങനെ അസറ്റ് ടേക്കൺ ഓവർ ചെയ്ത വാല്യൂവിൽ നിന്ന് ലാബിലിറ്റി ടേക്കൺ ഓവർ ചെയ്ത വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു അസറ്റ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ മൈനസ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂസ്. ദെൻ ഒരു കാര്യം കൂടെ, അറ്റ് ദ ടൈം ഓഫ് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ അണ്ടർ നെറ്റ് അസറ്റ് മെത്തേഡ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഷുഡ് ബി കൺസിഡേർഡ്. ഇങ്ങനെ നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഷുഡ് ബി കൺസിഡേർഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നോക്കുക, എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ഷുഡ് ബി ആഡഡ്. ട്രാൻസ്ഫറർ കമ്പനിയുടെ ഏതൊക്കെ അസറ്റുകളാണോ ട്രാൻസ്ഫറി കമ്പനി ടേക്കൺ ഓവർ ചെയ്യുന്നത് അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ദെൻ എഗ്രീഡ് വാല്യൂ ഓഫ് ലാബിലിറ്റി ടേക്കൺ ഓവർ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ഷുഡ് ബി ഡിഡക്റ്റഡ്. പിന്നീട് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഏതൊക്കെ ലാബിലിറ്റി ആണോ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുന്നത് അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എല്ലാ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഏതൊക്കെ അസറ്റുകളാണോ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുന്നത് അതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ലാബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യുന്നു. ഓക്കെ, 2 പോയിന്റ്. തേർഡ്, ക്യാഷ് ബാലൻസ് ഈസ് നോർമലി ഇൻക്ലൂഡഡ് ഇൻ അസറ്റ് ബട്ട് if it is not taken over it should not be included. Okay, cash balance is normally included in asset but if it is not taken over it should not be included എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് നോർമലി എന്താണ്? ഒരു കറണ്ട് അസറ്റാണ് ക്യാഷ് എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ ഓവർ, ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ട്രാൻസ്ഫറർ കമ്പനിയുടേത് ഏറ്റെടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ബിസിനസ് സ്ഥാപനം ഏറ്റെടുത്ത സമയത്ത് ക്യാഷിനെ ടേക്കൺ ഓവർ ചെയ്തിട്ടില്ല എങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ്. അതിന് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, കറണ്ട് അസറ്റാണ്. എന്നാൽ നമ്മൾ കറണ്ട് അസറ്റായിട്ടുള്ള ക്യാഷിനെ ടേക്കൺ ഓവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് പരിഗണിക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ. ഓക്കെ, ഒന്നാമത്തെ എല്ലാ അസറ്റുകളും ടേക്കൺ ഓവർ ചെയ്യുന്നു, പിന്നെ എല്ലാ ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്നു. അസറ്റ് എല്ലാം കൂടെ ടേക്കൺ ഓവർ ചെയ്തതിൽ നിന്ന് ലാബിലിറ്റിയെ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ക്യാഷ് ബാലൻസിനെ കുറിച്ച് പറഞ്ഞു. അത് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ക്യാഷ് ബാലൻസിനെ നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതില്ല. ഓക്കെ, ദെൻ മറ്റൊന്ന് പറയുന്നത് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രോഫിറ്റ് ഓൺ ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് എക്സെട്ര ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് എക്സെട്ര ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ്. ഇത്തരം ഐറ്റങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ മറ്റൊന്ന് റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എക്സെട്ര ഷുഡ് നോട്ട് ബി കൺസിഡേർഡ്. ഇത്തരം കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. റിസർവ്,
ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, സെക്യൂരിറ്റി പ്രീമിയം, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടതില്ല. ദെൻ ട്രേഡ് ലാബിലിറ്റീസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ട്രേഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആണല്ലേ. ഈ ട്രേഡ് ലാബിലിറ്റിക്കകത്ത് എന്ത് വേണ്ട, ബാങ്ക് ഓവർഡ്രാഫ്റ്റും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പരിഗണിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, ക്രെഡിറ്റേഴ്സിൽ നോർമൽ കേസിൽ നമ്മൾ കറണ്ട് അസറ്റായിട്ട് പറയുന്ന ഐറ്റമാണ് അല്ലേ, കറണ്ട് ലാബിലിറ്റി ആയിട്ട് പറയുന്ന ഐറ്റമാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ക്രെഡിറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഈ ഐറ്റത്തിനകത്ത് എന്ത് ചെയ്യേണ്ട, കറണ്ട് ലാബിലിറ്റി ആയിട്ട് ബാങ്ക് ഓവർഡ്രാഫ്റ്റും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പരിഗണിക്കേണ്ടതില്ല. ഓക്കെ, കറണ്ട് ലാബിലിറ്റി ആയിട്ട് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും പരിഗണിക്കേണ്ടതില്ല. ഓക്കെ, ദെൻ മറ്റൊന്ന്, തേർഡ് പാർട്ടി ലാബിലിറ്റി മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ലാബിലിറ്റീസ്. തേർഡ് പാർട്ടി ലാബിലിറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ലാബിലിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് തേർഡ് പാർട്ടി ലാബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് PF, പെൻഷൻ ഫണ്ട്, ദെൻ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എക്സെട്ര. ഇതൊക്കെ പരിഗണിക്കണം. ഓക്കെ, ഇത് ലാബിലിറ്റി ആയിട്ട് പരിഗണിക്കണം. എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട്, ദെൻ പെൻഷൻ ഫണ്ട്, ദെൻ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എക്സെട്ര. ഇത് തേർഡ് പാർട്ടി ലാബിലിറ്റി ആയിട്ട് പരിഗണിക്കപ്പെടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വേണം. ഇത് വെച്ചുകൊണ്ടാണ് നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരവും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരവുമാണ് മെയിനായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് ചോദിക്കുക. ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡും ലംസം മെത്തേഡും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഈ നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരവും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരവും എങ്ങനെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്ത് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇന്ന് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 4 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ലംസം മെത്തേഡ്, സെക്കൻഡ് വൺ നെറ്റ് അസറ്റ് മെത്തേഡ്. ഓക്കെ, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്, ഇൻട്രിൻസിക് മെത്തേഡ്, ഇങ്ങനെ 2 മെത്തേഡും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 മെത്തേഡ് 2 മെത്തേഡ്സ് ആണ് ലംസം മെത്തേഡ് ആൻഡ് നെറ്റ് അസറ്റ് മെത്തേഡ്. ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.